യെസ്, ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. നിഫ്റ്റി അങ്ങനെ 52 വീക്ക് ഹൈ ആണ്. ഓൾ ടൈം ഹൈയുടെ പരിസരത്ത് തൊട്ടില്ല എന്നുള്ള രീതിയിൽ മാർക്കറ്റ് പോയതിന് ശേഷം ഇൻട്രാഡേയിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം കണ്ടു. റിലയൻസ് ഉൾപ്പെടെയുള്ള HDFC ഉൾപ്പെടെയുള്ള ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഹീറോ മോട്ടോ കോർപ്പറേറ്റ്സ് ഉൾപ്പെടെയുള്ള കമ്പനീസ് നിഫ്റ്റീനെ 52 ഹൈയിലേക്ക് കൊണ്ടുപോയി. ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സ് എല്ലാം എന്നതിൻ്റെ ഹോൾ ടൈം ഹൈയിലാണ്. US മാർക്കറ്റിൽ ഏകദേശം ഒരു 2000 പോയിൻ്റ് ഒരു സെൽ ഓഫ് ഉണ്ടായതിന് ശേഷം NVIDIAയുടെ റിസൾട്ടിന് ശേഷം US മാർക്കറ്റ് അതിശക്തമായ രീതിയിൽ ഇന്നലെ തിരിച്ചു കയറി. ഇപ്പോൾ ഈവൻ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും 300 പോയിൻ്റ് പ്ലസ്സിലാണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും പ്ലസ്സിലാണ്. നമ്മളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് PCR പുട്ട് കോൾ റേഷ്യോ എല്ലാം തന്നെ 1.5 നിൽക്കുന്നത്. ഏറെ നാൾക്ക് ശേഷമാണ് PCR എല്ലാം തന്നെ 1.5 എത്തിച്ചേർന്ന് നിൽക്കുന്നത്. നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് നോക്കാം. നിഫ്റ്റിയിൽ നിന്ന് പ്രധാനമായിട്ടും ഐഷർ മോട്ടേഴ്സ്, ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും റിലയൻസും ടെക്കമ്മും ഇന്ന് ശക്തമായ രീതിയിൽ നിഫ്റ്റിയിൽ മുന്നോട്ട് പോയി. ഏഷ്യൻ പെയിൻറ്റും HCL ടെക്കും ടൈറ്റാനും HVLും അപ്പോളോ ഹോസ്പിറ്റലും ചെറിയ തോതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം കണ്ടു. നിഫ്റ്റി ചാർട്ട് ഓപ്പൺ ചെയ്തു, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് 26,060 ലോ ടെസ്റ്റ് ചെയ്തു. പിന്നീട് നിഫ്റ്റി റോക്കറ്റ് പോണ കണക്കെ ശക്തമായ നിലയിൽ പോയി. പിന്നീട് ആ ഒരു ഇൻട്രാഡേ കട്ട് ഓഫ് ടൈമിൻ്റെ സമയത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് 26,197 നമ്മുടെ ക്ലോസിങ്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ലേക്ക് പോകാം. താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും വളരെയധികം പോസിറ്റീവാണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാർക്കറ്റ് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യ വിക്സ് ഇന്ന് 1.3% സ്പൈക്ക്. നിക്കി ജപ്പാൻ മാർക്കറ്റ് കാണാം 1200 പോയിന്റ് റാലി രേഖപ്പെടുത്തിയത്, അഥവാ 2.65%. കുറേയും പോസിറ്റീവായിരുന്നു. ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു. ഗോൾഡ് $4,191 per ounce. XAU/USD എന്ന് കാണാം, അതാണ് ഗോൾഡ്. ഡോ ഫ്യൂച്ചർ കാണാം ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമത് 300 പോയിൻ്റാണ് ഡോ ഫ്യൂച്ചർ പ്ലസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ കാണാം. ഏറ്റവും ടോപ്പ് PCR 1.5, 26,000 ആളുകൾ വലിയ തോതിൽ പ്രതീക്ഷ അർപ്പിച്ച് മാർക്കറ്റിനെ അറ്റ് ദ മണി തന്നെ ഷോർട്ട് ചെയ്തിരിക്കുന്നത്. ഈവൻ അറ്റ് ദ മണിയിൽ ഏറ്റവും ടോപ്പിൽ ഹാറ്റ്സ് കാണാം. പൊസിഷൻസ് എല്ലാം തന്നെ ഹാർഡായിരിക്കുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ കാണാം PCR 1.5. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ വരാം. ഈ നിഫ്റ്റി 50 മാത്രമല്ല, മഹേന്ദ്ര ഹോളിഡേയ്സ് അവർ ലിഷർ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്, ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്, പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈ ഫാർമ സെക്ടറിലെ ബയോകോണിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സിറ്റി ഗ്രൂപ്പ്. ബയോകോൺ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ് രാവിലെ പ്രീ മാർക്കറ്റിൽ 3% ഫോളായി. കൂടാതെ തന്നെ ഐഡിയയിൽ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗ്രോ എല്ലാം തന്നെ ശക്തമായ ഒരു നേട്ടത്തിന് ശേഷം 2 ദിവസമായിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രോയുടെ 1 lakh crores താഴെ വന്നു. ഫിസിക്സ് വാല IPOക്ക് ശേഷം ഏകദേശം 10,000 കോടി മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഒരു സെൽ ഓഫ് കണ്ടു. റിലയൻസിലെല്ലാം തന്നെ UBC എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് റിലയൻസ് മുൻപന്തിയിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ന്യൂസുകളും ഗ്ലോബൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾ ട്രേഡ് ചെയ്തില്ലെങ്കിലും ചെയ്താലും ന്യൂസ് കാണുക, എല്ലാ ആളുകളിലേക്കും ന്യൂസ് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ട്രേഡിംഗ് ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കടക്കം ന്യൂസ് എത്തിക്കുക. കാരണം എല്ലാവരും മാർക്കറ്റിനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം വീട്ടിലുള്ള ആളുകളെല്ലാം തന്നെ ഗോൾഡ് വാങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗോൾഡിൻ്റെ വില നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഗോൾഡിൻ്റെ വിലേനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്ലോബൽ ക്യൂസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാ ആളുകളും സ്റ്റോക്ക് മാർക്കറ്റായിട്ട് റിലേറ്റഡ് ആണ്. ഇത് റിലേറ്റഡ് അല്ലാത്ത ആരും ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ന്യൂസുകൾ കാണുക. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ വാർത്തയിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ലൈവ് നാളെ വെക്കാം. നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ഈവനിങ് നിങ്ങൾക്കുള്ള ടെക്നിക്കൽ സംശയങ്ങളായിട്ട് നാളെ ഈവനിങ് വരിക. കാരണം സൺഡേ ചെറിയൊരു ഒരു കാര്യമുണ്ട്. കൂടാതെ ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് സൺഡേ ലൈവ് ഈ ഫ്രൈഡേ ഈവനിങ് വെച്ചാലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. കാരണം സൺഡേ കുറച്ച് ആളുകൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുന്നത്, ലൈവ് നമ്മൾ യൂട്യൂബിൽ വരുമ്പോൾ ആളുകൾ കമൻറ്റിൽ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ലൈവ് തുടങ്ങുന്നത് കൃത്യം 7 മണിക്കാണ്. ഇപ്പോൾ വെള്ളിയാഴ്ച 7 മണിക്ക് നമ്മൾ ലൈവ് തുടങ്ങും. നിങ്ങളുടെ സംശയങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് ചോദിക്കാം.
ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് യൂട്യൂബിൽ ചെയ്തതിന് ശേഷം 8 മണിക്കും 9 മണിക്കും നിങ്ങൾ ആ വീഡിയോ തന്നെയായിരിക്കും കാണുന്നത്. പക്ഷേ ലൈവ് കഴിഞ്ഞു. പിന്നീട് ഡൗട്ടുകൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ അവിടെ ഇല്ലല്ലോ. ഇത് പറയാൻ കാരണം ഈ 9 മണിക്ക് സൗണ്ട് ഓക്കെ എന്നൊക്കെ കുറേ സുഹൃത്തുക്കൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ 7 മണിക്കാണ് ചോദിക്കുന്നത് സൗണ്ട് ഓക്കെ ആണെന്ന്, 10 മണിക്ക് വന്ന് സൗണ്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആളുകൾ 10 മണിക്ക് കരുതുന്നത് ഇത് ലൈവാണെന്നാണ്. ലൈവ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 7 മണി തൊട്ട് ഓൾമോസ്റ്റ് ഒരു 8:30 വരെയാണ് ലൈവ് ഉണ്ടാകുക. അതിനുശേഷം ഇത് ആ വീഡിയോ തന്നെ നമ്മൾ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അറിയില്ലാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണത്. നമുക്ക് നാളെ 7 മണിക്ക് ലൈവ് വെക്കാം. സ്ഥിരം 7 മണിക്ക് ലൈവ് വെക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്ഥിരം നമ്മുടെ സൺഡേ ഷിഫ്റ്റ് ചെയ്ത് ഫ്രൈഡേ ആക്കാനും നമുക്ക് ആലോചിക്കാം. കുറച്ച് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് വരാം. കുറച്ച് സമയക്കുറവുകൊണ്ട് ന്യൂസ് അധികം കളക്ട് ചെയ്തില്ല. കാരണം ഇന്ന് ട്രേഡ് ഞാൻ ഇന്ന് പുറത്ത് വെച്ചാൽ ചെയ്തത്. 361 വാം കമ്പനി ഇവർ പുതിയ സബ്സിഡിയറി കമ്പനി ഗിഫ്റ്റ് സിറ്റിയിൽ രൂപീകരിക്കാൻ കമ്പനി തീരുമാനിച്ചു. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ അരാംകോ എന്ന് പറയുന്ന നമുക്കറിയാം സൗദി അറേബ്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായിട്ട് ഒരു പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്തു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി 7 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ട്രാൻസെയിൽ ലൈറ്റിംഗ് കമ്പനിക്ക് അവർക്ക് ഇൻ്റർനാഷണൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു. തോമസ് കുക്ക് കമ്പനി ട്രാവൽ പ്ലാൻസ് എല്ലാം ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ ഡിസംബറൊക്കെ യൂറോപ്പ് സീസണൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് SOT ആയിട്ട് അവർ പുതിയ കൊളാബ് ചെയ്തു. തിലക് നഗർ ഇൻഡസ്ട്രീസ് കമ്പനി പ്രീമിയം വിസ്കി കമ്പനി ലോഞ്ച് ചെയ്തു. ഗുജറാത്ത് ഇൻഡസ്ട്രീസ് പവർ കമ്പനി പുതിയ സോളാർ പ്രൊജക്റ്റ് അവർക്ക് ലഭിച്ചു. പാക്ക് ടെക്നോളജി കമ്പനി ഇവരുടെ PEB കപ്പാസിറ്റി ഇവരുടെ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഉയർത്താൻ കമ്പനി തീരുമാനിച്ചു. ഗുഡ് ലക്ക് കമ്പനി ഇവർക്ക് 50 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ലോയിഡ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് ഇവർ പോളണ്ടിലെ കിൽവിർ പൊളസ്ക എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസ് ഇതാണ്. സമയക്കുറവുകൊണ്ട് കുറച്ച് ന്യൂസാണ് കളക്ട് ചെയ്തിട്ടുള്ളൂ. നാളെ രാവിലെ നമുക്ക് 7 മണിക്ക് പ്രീ മാർക്കറ്റ്, നാളെ 7 മണിക്ക് വൈകിട്ട് നമ്മുടെ ലൈവ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.